രവീന്ദ്രനാഥ ടാഗോറിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ? നമ്മുടെ ദേശീയഗാനം എഴുതിയ ആളാണ് അദ്ദേഹം. സാധാരണ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? ദൈവമേ, ദുഃഖങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, നീ വേണമെങ്കിൽ തന്നോ. ദുഃഖങ്ങൾ ഉണ്ടായാലും എൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകരുതേ എന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആരായിരുന്നു എന്നറിയാം? സങ്കടങ്ങളിലൂടെ ഇങ്ങനെ നീന്തിയൊരു മനുഷ്യനായിരുന്നു. ആ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വന്നാണ്. 1902 വിവാഹം. 1903 കുട്ടിയുണ്ടായി. 1903 തീരുമ്പോഴേക്ക് ആ കുട്ടി മരിക്കുകയും ചെയ്ത്. 1904 അച്ഛൻ മരിച്ചു. 1917 ആയപ്പോഴേക്ക് പ്രിയപ്പെട്ടവൾ മരിച്ചു. 1922, 24, 26, 27 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും മരിച്ചു. 20 കൊല്ലം കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചുപോയി. ഒറ്റക്കായ മനുഷ്യൻ്റെ പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 നോബൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദൈവമേ, സങ്കടങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കണില്ല, നീ വേണമെങ്കിൽ തന്നോ. പക്ഷെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ പേടി ഉണ്ടാവരുത്. മനസ്സ് നിർഭയവും ശിരസ് ഉന്നതവുമായ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ നീ എത്തിക്കണമേ പിതാവേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന രവീന്ദ്രനാഥ ടാഗോർ. എവിടെയാണോ ശിരസ് ഉന്നതവും മനസ്സ് പേടിയില്ലാത്തതുമാകുന്നത്, അവിടേക്ക്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് എൻ്റെ രാജ്യത്തെ നീ എത്തിക്കണമേ പിതാവേ എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. ആ രാജ്യത്താണ് ഇന്ന് മനുഷ്യന്മാർക്ക് ഇങ്ങനെ തല കുനിക്കേണ്ടി വരുന്നത്, അല്ലേ? ഓരോ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, ദളിതനായി എന്നുള്ളത് കൊണ്ട്, അതല്ലെങ്കിൽ മുസ്ലിമായി എന്നുള്ളത് കൊണ്ട്, വംശീയതയുടെ പേരിൽ, ജാതീയതയുടെ പേരിൽ, ദേശീയതയുടെ പേരിൽ ഒക്കെ മനുഷ്യനെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. മനുഷ്യന് തല കുനിക്കേണ്ടി വരികയല്ല മാത്രം ചെയ്യുന്നത്, തല കെട്ടിത്തൂക്കേണ്ടി വരുന്നു. രോഹിത് വെമുലയ്ക്കും ഫാത്തിമയ്ക്കും തല ഇങ്ങനെ കെട്ടിത്തൂക്കേണ്ടി വരുന്നു, ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. മനുഷ്യൻ പരാജയപ്പെടുന്ന കാഴ്ചകൾ കാണുന്നു, മനുഷ്യൻ സങ്കടപ്പെടുന്ന കാഴ്ചകൾ കാണുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ് ആ വലിയ വലിയ മനുഷ്യന്മാർ സ്വപ്നം കണ്ടിരുന്നത്. താനൂരിൽ നിന്ന് കേട്ട അവസാനത്തെ വാർത്ത ഒരാളെ കൊന്ന വാർത്തയാണ്, ആണല്ലോ. ഒരു കൊലപാതകത്തിൻ്റെ വാർത്തയാണ് താനൂരിൽ നിന്ന് അവസാനമായിട്ട് കേട്ടത്. മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യനെ ശത്രുവാക്കുന്നു, മനുഷ്യനെ വെറുക്കുന്നു. എന്തിൻ്റെ പേരില? കാരണങ്ങൾക്ക് നമുക്ക് യാതൊരു പഞ്ഞവുമില്ല. കാരണങ്ങളൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് ഇതായിരുന്നു. അവനവൻ്റെ ഉള്ളിലെ ആ സാധ്യതയെ ഒരാൾ തിരിച്ചറിയണം. നമുക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തണം. വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അബ്ദുൽ കലാം പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ലത്, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒന്നിൻ്റെ പേരാണ് സ്വപ്നം. ലക്ഷ്യം എത്ര ഒരാൾക്ക് വലുതാകുന്നുണ്ടോ അത്രയുമാണ് ഒരാൾക്ക് അതിനുള്ള പ്രയത്നങ്ങൾ വലുതാവുക, അല്ലേ? നിങ്ങൾ ടോം ആൻഡ് ജെറി കാണാറില്ലേ? അല്ലേ? നേരത്തെ കേട്ട അത്ര സൗണ്ട് ഇല്ലല്ലോ ഇപ്പം. ടോം ആൻഡ് ജെറിയിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. എപ്പോഴും ആരാ ജയിക്കുക? എലിയാണോ പൂച്ചയാണോ ജയിക്കുക? എലിയാ ജയിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? പൂച്ചയ്ക്ക് ആവശ്യം എന്താണ്? ഒരു നേരത്തെ ഭക്ഷണമാണ്. എലിക്ക് എന്താ ആവശ്യം എന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണമല്ല, ഒരു ജീവനാണ്. പൂച്ചയ്ക്ക് ഈ എലി പോയാൽ അടുത്ത എലി കിട്ടും, പക്ഷെ എലിക്ക് അങ്ങനെയല്ല. ഒരു ജീവൻ പോയാൽ പിന്നെ വേറെ ജീവനില്ല. നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് എലി വിജയിക്കുന്നത്, പൂച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത്. പക്ഷെ ആ പരാജയത്തിൻ്റെ പേരിൽ ഒരിക്കലും പൂച്ച കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ മനുഷ്യന്മാരാണ് ചെയ്യുക, അല്ലേ?
ഒരെലി പോയാൽ അടുത്ത എലി, അത്രയേ ഉള്ളൂ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. ഒരു എലി കാണാതായതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യും. പൂച്ചകൾ അങ്ങനെ ആത്മഹത്യ ചെയ്യൊന്നുമില്ല, മനുഷ്യന്മാരങ്ങനെയൊക്കെ ചെയ്യും. അപ്പം നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് നമ്മൾക്ക് കുതിക്കാൻ കഴിയുക, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. വലിയ വലിയ സ്വപ്നങ്ങൾ കിനാവ് കണ്ടവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ സ്വപ്നം കണ്ടവർക്ക് ചെറിയ ചെറിയതിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരാൾക്ക് കഴിയണം. ആ സ്വപ്നങ്ങൾ നിങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അതാണ്. ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്ന ഒരാളുണ്ട്. നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീലാണ്. ഒരുപാട് കേസുകളുടെ നടുവിൽ ഇങ്ങനെ കഴിയുന്നൊരു വക്കീലായിരുന്നു. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കേണ്ടത്, പൈസ ഉണ്ടാക്കി അതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അത്രയും തിരക്കൊക്കെയുള്ള വക്കീലാണ്. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. ദക്ഷിണാഫ്രിക്ക വിട്ടു. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്, അല്ലേ? ഒറ്റ മനുഷ്യൻ്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലൊരു മനുഷ്യനല്ലേ, അല്ലേ? നമ്മളെപ്പോലൊരു മനുഷ്യൻ 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന് 77 വയസ്സായി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പിണറായി വിജയൻ്റെ വയസ്സെത്തിയപ്പോഴേക്ക് മരിച്ചുപോയ ഒരാളാണ് ഗാന്ധിജി. 78 വയസ്സേ ആകെ ജീവിച്ചിട്ടുള്ളൂ. ശരി, മനുഷ്യനൊരു നാടിൻ്റെ ചരിത്രം മാറ്റിക്കളഞ്ഞു. നമ്മളെപ്പോലൊരു മനുഷ്യൻ സ്വപ്നം കണ്ടതാ. ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത എന്ന് പറയുന്നത്. ഇത് വേറെ ആർക്കും ഇല്ല. ഒരു പൂച്ചയ്ക്ക് അവസാനം വരെ ഒരു പൂച്ചയാകാനേ കഴിയുള്ളൂ. ഒരു മരത്തിന് അവസാനം വരെ ഒരു മരമാകാനേ കഴിയുള്ളൂ, അല്ലേ? ശരി, മനുഷ്യനോ എന്തൊക്കെ ആകാൻ കഴിയും? ഡോക്ടറാകാൻ കഴിയും, എഞ്ചിനീയർ ആകാൻ കഴിയും, പത്രപ്രവർത്തകനാകാൻ കഴിയും, തൊഴിലാളിയാകാൻ കഴിയും, വീട്ടമ്മയാകാൻ കഴിയും, ഉപ്പയാകാൻ കഴിയും, ഉമ്മയാകാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് സാധ്യതകളുടെ വലിയൊരു പാരാവാരം കിടക്കുന്നുണ്ട്. നമ്മുടെ പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നു ചേരുന്നത്? ശരി, പൂച്ചയ്ക്ക് ഇതിൽ വളരെ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ. ഒരു മരത്തിനൊരു മരമാകാനേ കാലാകാലം കഴിയുള്ളൂ. ശരി, മനുഷ്യൻ അങ്ങനെയല്ല. സാധ്യതകൾ അത്രയേറെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ മനുഷ്യൻ്റെ കൂടെ? ഓക്കെ. അപ്പം ആ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. അതാണ് എനിക്ക് എൻ്റെ അനിയന്മാരോടും അനിയത്തികളോടും പറയാനുള്ളത്. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ വീഴാൻ പാടില്ല, അതെന്തായിരുന്നാലും. പലപ്പോഴും അങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും ഉണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ആ സ്വപ്നങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അതിൽ ദുശ്ശീലങ്ങളുണ്ട്, വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട്, വേണ്ടാത്ത അടിമത്തങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. മനുഷ്യനുണ്ടല്ലോ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വിശുദ്ധമായ ഒന്നാണ്. പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത് വിശുദ്ധമായൊരവസ്ഥയിലാണ്. പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ, ഈ വിശുദ്ധി ഇല്ലാതാക്കാൻ കഴിയും. അതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത. നേരത്തെ പൂച്ചയെക്കുറിച്ച് പറഞ്ഞല്ലോ, പൂച്ച മരിക്കുന്നത് വരെ ഒരേ പ്രകൃതിയിലിരിക്കും, അത് മാറൂല. മനുഷ്യനെയും അതുപോലെ പ്രകൃതിയിലാണ് സൃഷ്ടിച്ച്. കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, എന്ത് ശുദ്ധമായ പ്രകൃതിയാ, ആരോടും പകയില്ല, വിദ്വേഷമില്ല, എന്ത് രസമായിട്ട് അവർ ജീവിക്കുന്നത്. നമുക്ക് ആളുകളോട് പകയൊക്കെ തോന്നും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും, എന്തിനാ വാപ്പാ അവരോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്തിനമ്മ നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാത്ത എന്താണ്? നിങ്ങൾക്ക് എന്താ അവരോട് ഇത്ര ദേഷ്യം? ശരിയല്ലേ? അവരുടെ ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴേ സ്വതസിദ്ധമായ മനുഷ്യപ്രകൃതിയുള്ള കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്,
ആ മനുഷ്യപ്രകൃതിയിൽ നിന്ന് മോശം പ്രകൃതിയിലേക്ക് എത്തിയ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനാ ആളുകൾ ഇങ്ങനെ വെറുക്കുകയൊക്കെ ചെയ്യുന്നത്, എന്തിനാ ആളുകളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നമ്മളോട് ചോദിക്കും. മനുഷ്യന് കേടുവരും. അങ്ങനെ ഒരു സാധ്യത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. നന്നാകാനും കഴിയും, ഒരു നിമിഷം മതി രണ്ടിനും. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്ലാറ്റിനം എന്ന് പറഞ്ഞ ലോഹത്തെക്കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? പ്ലാറ്റിനം ഏറ്റവും വില കൂടിയ ലോഹമാണ് പ്ലാറ്റിനം. പക്ഷെ ഇതേ പ്ലാറ്റിനം തന്നെ ആണ് കുറേ കാലം കഴിഞ്ഞാൽ അലൂമിനിയമായി മാറുന്നത്. കേട്ടിട്ടുണ്ടോ അത്? ഏറ്റവും വില കൂടിയ, ഏറ്റവും മൂല്യമേറിയ ഒരു ലോഹം ആണ് പ്ലാറ്റിനം. പക്ഷെ ഇതേ പ്ലാറ്റിനത്തിൻ്റെ ഉള്ളിൽ തന്നെ അലൂമിനിയമായി മാറാനുള്ള സാധ്യതയുണ്ട്. കുറേ കാലം കഴിഞ്ഞാൽ അത് അലൂമിനിയം ആവും. അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ലോഹമാണ്. ഇതുപോലെ മനുഷ്യന്മാരും നമ്മുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സംഗതിയിൽ നിന്ന് നമുക്ക് താഴേക്ക് പോകാൻ കഴിയും. അവിടെയാണ് ഈ മനുഷ്യന് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ ചെന്ന് പെടുക. നല്ല ഒരു അച്ഛൻ അല്ലെങ്കിൽ നല്ല ഒരു അമ്മ, നല്ല വാപ്പ, നല്ല ഉമ്മ, നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് വളർത്തിയതായിരിക്കും. പക്ഷെ ഇവൻ തെറ്റായ കൂട്ടുകെട്ടുകൾ കൊണ്ട്, തെറ്റായ സൗഹൃദങ്ങൾ കൊണ്ട് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ പോയിട്ടെത്തും. ഇതുണ്ടാവുക. കുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മാനെ ഇഷ്ടമാണോ? അമ്മയെ അല്ലേ ഇഷ്ടല്ലേ? വാപ്പയെ ഇഷ്ടല്ലേ? അച്ഛനെ? പക്ഷെ ഇതിൽ നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? എനിക്ക് ഈ വാപ്പ അല്ല ആ വാപ്പ മതി എന്ന് പറയാൻ കഴിയുമോ? സാധ്യതയല്ല. അങ്ങനെ ഒരു സാധ്യത അതിനകത്തില്ല. എനിക്ക് ഈ ഉമ്മ വേണ്ട, വേറൊരു ഉമ്മ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തില്ല. എനിക്ക് ഈ കാക്ക വേണ്ട, മറ്റേ കാക്ക മതി, അയൽപ്പക്കത്തെ വീട്ടിലെ കാക്ക മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാക്കാനെ തന്നെ കിട്ടുള്ളൂ. കാരണം ഈ കാക്കാനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതങ്ങനെ കിട്ടുക. ഈ കൈ വേണ്ട, എൻ്റെ കൈ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കയ്യേ നമുക്ക് കിട്ടുള്ളൂ. ഇതിലൊന്നും നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമില്ല. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള രണ്ട് ആളുകളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് കൂട്ടുകാർ അല്ലേ? രണ്ടാമത്തത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണർ, ഭാര്യ ഭർത്താവ് അല്ലേ? ഇതും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ആ കൂട്ടുകാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടല്ലോ, അത് ശരിക്കും തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിലേ, നേരത്തെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരോടുള്ള ബന്ധം പോലും ജീവിതത്തിൽ ഇല്ലാതായി പോകും. അതുകൊണ്ടാണ് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. തിരഞ്ഞെടുക്കണം എന്നാ പറയുക. കാരണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിനകത്തുണ്ടായതുകൊണ്ടാണ്. തമാശക്ക് തുടങ്ങിയ കുറേ ശീലങ്ങളൊക്കെ ഉണ്ടാവും. കൂട്ടുകാരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയതായിരിക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതാണ് ഈ ദുശ്ശീലങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരച്ഛൻ ഒരു ദിവസം അച്ഛൻ്റെ മോനെയും കൊണ്ട് ഒരു ആപ്പിൾ തോട്ടത്തിലേക്ക് പോയതാ. അങ്ങനെ ഈ ആപ്പിളൊക്കെ കണ്ട് കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് അച്ഛൻ കുട്ടിക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുത്തത്. എന്താണെന്നറിയോ? ഒരു ബോട്ടിൽ, വെള്ളത്തിൻ്റെ ബോട്ടിൽ. ആ ബോട്ടിലിനകത്ത് ഒരാപ്പിൾ വളർന്ന് പാകമായിരിക്കുന്നു. അതെങ്ങനെ സംഭവിച്ചു? ആ ബോട്ടിലിനകത്തേക്ക് ഒരിക്കലും ആപ്പിളിന് കയറി പോകാൻ കഴിയില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? ആപ്പിൾ വളർന്നിരിക്കുന്നു, പക്ഷേ ആപ്പിൾ ഇപ്പോൾ ഉള്ളത് ബോട്ടിലിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കുട്ടി ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ അത് വളരെ സിമ്പിളാണ്, എന്താണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാലി ബോട്ടിലെടുത്തു. കാലി ബോട്ടിലെടുത്തിട്ട് ചെറിയ ആപ്പിൾ ഉണ്ടാവില്ലേ, മുട്ട്, ആ മുട്ട് അതിനകത്തിട്ടിട്ട് കെട്ടിയിട്ടു. ഒരാഴ്ച കഴിഞ്ഞു, പിന്നെയും അവർ വന്നപ്പോഴോ ബോട്ടിലിനകത്ത് ആപ്പിൾ വളർന്നിരിക്കുന്നു. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. മുട്ട ആകുന്ന സമയത്തുള്ളിൽ കയറിയതാ, അതിനകത്ത് കുടുങ്ങിപ്പോയി. ഇനി ഒന്നുകിൽ ആപ്പിൾ പൊട്ടിക്കണം, അല്ലെങ്കിൽ ആ ബോട്ടിൽ പൊട്ടിക്കണം, എന്നാലേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. ആപ്പിൾ പൊട്ടിച്ച് ബോട്ടിൽ പൊട്ടിച്ചാലേ പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യം എങ്ങനെയായിരുന്നു? മോനെ, ഇതുപോലെയാണ് തെറ്റായ ശീലങ്ങളൊക്കെ. നമ്മളതിൻ്റെ ഉള്ളിൽ ചെറിയ കുട്ടിയാകുമ്പോഴൊക്കെ കുടുങ്ങിപ്പോവും. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയതായിരിക്കും.
പക്ഷെ നമ്മൾ വളരുന്നതിനൊപ്പം ആ ശീലങ്ങൾ നമ്മുടെ കൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങും. നമ്മൾ ആ ശീലത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അതുകൊണ്ട് മോൻ തെറ്റായ ശീലങ്ങളിലേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് അതിസുന്ദരമായിട്ട്. ആനന്ദ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടാ? ആനന്ദ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാ. അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ 2 അടിമകളുണ്ട്. ഒരടിമയുടെ പേര് ഗോവർദ്ധൻ എന്നാണ്, മറ്റേ അടിമയുടെ പേര് അലി എന്നാണ്. ഈ 2 ആളുകളും ഒരു യജമാനൻ്റെ അടിമകളാണ്. ഒരു ദിവസം യജമാനന് ഇവരോട് സ്നേഹം തോന്നിയിട്ട് 2 ആളെയും മോചിപ്പിച്ചു. അവർ സ്വതന്ത്രരായി, ഭയങ്കര സന്തോഷമായി. പക്ഷേ സ്വതന്ത്രരായതിനു ശേഷം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ അടിമകളായി മാത്രം ജീവിച്ച ആളുകളാണ്. അവർ സ്വതന്ത്രരായി എങ്ങനെ ജീവിക്കാന്ന് അവർക്ക് അറിയില്ല. അങ്ങനെ അവസാനം അവരെന്താ ചെയ്യുന്നതെന്നറിയാം? യജമാനൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അടിമകളായാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അടിമത്തം.